മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ നടക്കുന്നത് വിഭാഗീയ പ്രവർത്തനമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. നേതാക്കൾ തെരുവ് യുദ്ധം നടത്തരുത്. സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയവർ കോൺഗ്രസുകാരല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. VD സതീശന്റെ പ്ലക്കാർഡുകൾ ഉയർത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്ലക്കാർഡ് കൊടുത്തി, വേണുഗോപാലിന്റെ പ്ലക്കാർഡ് കൊടുത്തി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഒന്നും തയ്യാറാകുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡിലുള്ള ഒരു നേതാവിന്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ് ആയി കാണാൻ പറ്റില്ല. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? KC വേണുഗോപാലിന്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആള് പോയിരിക്കുകയാണ്. പേരിന്റെ പേരും പറഞ്ഞ്, ജാതി പേരും പറഞ്ഞു പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഭയമാണ്. ഇക്കണക്കിന് KC വേണുഗോപാലിന്റെ ആ ഫ്ലെക്സിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് വലിച്ചു കീറത്തില്ലേ? അപ്പൊ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ട് ആ കളി വേണ്ട. ഇതൊരു വിഭാഗീയതയുടെ കളിയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയലാണ്. വിവരങ്ങൾ നൽകാനായി ഷഫീഖ് നസറുള്ളയാണ് ചേരുന്നത്. ഷഫീഖ്, കേസിക്കായി ശക്തമായി വാദിച്ച് രംഗത്തെത്തുകയാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഇപ്പോൾ നടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശന് വേണ്ടി നടക്കുന്ന ഈ ഫ്ലക്സ് യുദ്ധം, അത് വിഭാഗീയ പ്രവർത്തനമായിട്ടാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് വളരെ രൂക്ഷമായാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വളരെ രൂക്ഷമായി ഇന്നലെ നടന്ന സംഭവങ്ങളെ വിമർശിക്കുകയാണ്. തെരുവിൽ ഈ മുഖ്യമന്ത്രി പദത്തിന്റെ പേരിൽ പരസ്പരം പോർ വിളിക്കുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫ്ലക്സ് ഉയർത്തി മുഖ്യമന്ത്രി തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. 3 പേർക്കും അർഹതയുണ്ട്. 3 പേർക്കും ആ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കാം, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താം. പക്ഷേ മറ്റൊരു നേതാവിന്റെ ഫ്ലക്സ് കീറുന്ന ശൈലി സംഘടനാ രീതിയല്ല. അത് CPM-ന്റെ ഏതെങ്കിലും നേതാക്കളുടെ ഫ്ലക്സ് കീറുകയോ അവരുടെ കോലം കത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫ്ലക്സ് കീറി, അതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പടമുണ്ടായിരുന്നു. അതടക്കം കീറി നശിപ്പിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം ശൈലികൾ തെരുവ് യുദ്ധം എന്ന സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടി മറ്റേതോ സ്വഭാവത്തിലേക്കുള്ള ഒരു വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുപോകും എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം വളരെ രൂക്ഷമായി പറയുന്നു. അതോടൊപ്പം തന്നെ KC-യുമായി ബന്ധപ്പെട്ട് KC-യുടെ കൂടെ നടന്ന് പല സ്ഥാനമാനങ്ങൾ ഒപ്പിച്ചെടുത്ത ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തനിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴിയുണ്ടാവുന്ന ട്രോളുകളെ, വിമർശനങ്ങളെ പേടിയില്ല. മറ്റുള്ളവർ അത്തരം പേടി ഉള്ളതുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊന്നും നടത്താത്തത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. KC വേണുഗോപാലിൽ നിന്ന് തനിക്കൊരു ചുക്കും ലഭിച്ചിട്ടില്ല, ഒന്നും ഒരു ആനുകൂല്യവും പ്രതീക്ഷിച്ചല്ല ഇക്കാര്യം പറയുന്നത് എന്നതുകൂടി MP സൂചിപ്പിക്കുന്നു. കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇങ്ങനെ തെരുവിൽ പ്രകടനം നടത്തുന്നതിനെ അല്ല താൻ വിമർശിക്കുന്നത്, മറിച്ച് നേതാക്കളുടെ ഫ്ലക്സ് കീറുന്നു, അവിടെ സംഘടനാ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇതിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ്. KC വേണുഗോപാലിനുൾപ്പെടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനുള്ള അവസരം ഉണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. കുറെ കാലങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
നേതാവാണ്. അതുകൊണ്ട് മുഴുവൻ MLA-മാരുടെയും അഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട്. MLA-മാരുടെ അഭിപ്രായം കൂടി പരിഗണിക്കണം ഈ വിഷയത്തിൽ എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. മാത്യു കുഴൽനാടന്റെ ലീഗ് വിമർശനത്തെ തള്ളിക്കളയുന്നു. ലീഗിനെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ പരാമർശത്തെ അല്പന് അധികാരം കിട്ടിയ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ മാത്യു കുഴൽനാടൻ ഇദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടകകക്ഷികൾക്കും ടീം UDF-ന്റെ ലീഡറെ നിയമിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുഴുവൻ ആളുകൾക്കും മാത്രമല്ല വോട്ടിട്ട ജനങ്ങൾക്കൊക്കെയും പറയാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ MLA-മാരുടെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് എന്ന് പറയുന്നു. MLA-മാർ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് KC വേണുഗോപാലാണ് എന്നൊരു രീതി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി 6 മാസം കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ വിജയിക്കില്ലേ, പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് 5 വർഷം ആര് മുഖ്യമന്ത്രിയായാലും 5 വർഷം തികയ്ക്കും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. അപ്പോൾ ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നില്ലെങ്കിലും KC വേണുഗോപാലിനെയാണ് താൻ പിന്തുണക്കുന്നത് എന്ന് പറയാതെ പറയുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. KC വേണുഗോപാലിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ VD സതീശന് വേണ്ടി കേരളത്തിലാകെയും തെരുവ് യുദ്ധമാണ് നടക്കുന്നത് എന്ന സ്വഭാവത്തിൽ അത്തരം VD സതീശന് വേണ്ടി പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനും അർഹതയുണ്ട്. പക്ഷേ നേതാക്കളെ അപമാനിച്ചുകൊണ്ട് സംഘടനാ മര്യാദകൾ പാലിക്കാതെ ഉമ്മൻചാണ്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ചിത്രങ്ങൾ തെരുവിൽ വലിച്ചു കീറുന്ന രീതിയിലേക്ക് ഒരു തെരുവ് യുദ്ധം എന്ന സ്വഭാവത്തിൽ ഇത് പോകുന്നത് ശരിയല്ല എന്ന കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് KCയെയാണ് അദ്ദേഹം പിന്തുണക്കുന്നത്. അത് കൃത്യമാണ്, അത് വ്യക്തമാണ്. താൻ KCക്കൊപ്പമാണ് എന്ന നിലപാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ.